കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഇന്ന് കേരളത്തിലെ NDA ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തുടർച്ചയായി പ്രധാനമന്ത്രിയെ നേരിട്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രധാനമന്ത്രി വീണ്ടും ഇന്ന് മലയാളക്കരയിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ 10:00 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ സ്വീകരിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, പ്രധാനമന്ത്രി ഏതാണ്ട് 10 മണിയോടുകൂടി വിമാനത്താവളത്തിലെത്തും. കേന്ദ്രമന്ത്രിമാരൊക്കെ ചേർന്നാണ് സ്വീകരിക്കുക. ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹം ഒന്ന് എത്തി മടങ്ങിപ്പോയത്. കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർശനവും. അതുകൊണ്ട് തന്നെ പ്രധാന സേവനം സ്വീകരിക്കാൻ സംസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ഉമേഷ്, പ്രധാന സേവകനെ വരവേൽക്കുവാൻ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മോഡി പ്രധാനമന്ത്രിയുടെ ഓരോ വരവും മലയാളികൾ ആഘോഷമായാണ് സ്വീകരിക്കുന്നത്, ആഘോഷമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ഈ വിമാനത്താവളത്തിലടക്കം നൂറുകണക്കിന് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തെ സ്വീകരിക്കാനും ഒക്കെ എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും പ്രധാനമന്ത്രി മലയാളത്തിലേക്ക് എത്തുകയാണ്, മലയാളക്കരയിലേക്ക് എത്തുകയാണ്, കേരള നാടിലേക്ക് എത്തുകയാണ്. ഇത്തവണ 2 പരിപാടികളാണ് പ്രധാനമായും ഉള്ളത്. അതൊന്ന് തമിഴ്നാട്ടിലും മറ്റൊന്ന് കേരളത്തിലുമായിട്ടാണ്. ആദ്യം ഏകദേശം 10:30 മണിയോടെയായിരിക്കും പ്രധാനമന്ത്രിയുടെ വിമാനം, പ്രത്യേക വിമാനം, വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് എത്തുന്നത്. ആ വിമാനം ഏകദേശം 10:30 കൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് വ്യോമമാർഗം, അതായത് ഹെലികോപ്റ്റർ മാർഗം നേരെ കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. കന്യാകുമാരിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പൊതുപരിപാടികൾ പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷമാകും പത്തനംതിട്ടയിലേക്ക് പ്രധാനമന്ത്രി തിരിക്കുക. ഈ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനായി BJP നേതാക്കളടക്കം എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വലിയ നേതൃനിര തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനായി വിമാനത്താവളത്തിൽ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ കന്യാകുമാരി സന്ദർശനവും കന്യാകുമാരിയിലെ പൊതുപരിപാടിയും. ആ പൊതുപരിപാടിക്ക് ശേഷം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും പത്തനംതിട്ടയിലേക്ക് എത്തുക. പത്തനംതിട്ടയിലെ പ്രമാടം എന്ന സ്ഥലത്തേക്ക്, അതായത് അവിടുത്തെ പ്രമാടം ാണ് എത്തുന്നത്. അവിടെ നിന്നാണ് റോഡ് മാർഗം, പിന്നീട് റോഡ് ഷോ ആയിട്ടാണ് പ്രധാനമന്ത്രി ഈ സമ്മേളന വേദിയിലേക്ക് എത്തുന്നത്. വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ജനതയെ, പത്തനംതിട്ടയുടെ മണ്ണിനെ ഇളക്കി മറിക്കാനായി പ്രധാന സേവകൻ പത്തനംതിട്ടയിലേക്ക് എത്തുന്നു എന്നതൊരു വലിയ സവിശേഷതയുണ്ട്. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെല്ലാം ഈ വേദിയിൽ ഉണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ വിപുലമായൊരു സജ്ജീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ റോഡ് ഷോയും വിപുലമാക്കുവാനുള്ള, അല്ലെങ്കിൽ ആ റോഡ് ഷോ ഒരു മാറ്റിയെടുക്കുവാനുള്ള ഒരു ഒരുക്കങ്ങളും BJP ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓരോ തവണ വരുമ്പോഴും പ്രധാനമന്ത്രിയുടെ കാണുവാനായി എത്തുന്ന ജനതയുടെ ജനാവലിയുടെ എണ്ണവും വർദ്ധിക്കുന്നതും നമുക്കറിയാം. മലയാളികൾ ഒന്നടങ്കം ഹൃദയം കൊണ്ടാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്തവണയും വീണ്ടും മലയാളക്കരയിലേക്ക് എത്തുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അത് ഏകദേശം സമയം എപ്പോഴാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. 10 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനം എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വീകരിക്കാനുള്ള നേതാക്കന്മാരുടെ വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സമയം എപ്പോഴാണ് നിശ്ചയിച്ചിരിക്കുന്നത്? കേന്ദ്രമന്ത്രിമാരെ കൂടാതെ മറ്റാരൊക്കെയാണ് സ്വീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ വിമാനം എത്തുമ്പോൾ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുക? ഉമേഷ്, രാവിലെ 10:30 കൂടിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്കാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനായി എത്തും. അതുപോലെ തന്നെ ഗവർണർ എത്തും, ജില്ലാ കളക്ടർ ഉണ്ടാവും, സംസ്ഥാന പോലീസ് മേധാവി ഉണ്ടാവും. ഇങ്ങനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഇവരെല്ലാവരും
വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഏകദേശം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 10:30 ആ 10:30 കൂടി തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. എന്നാൽ തിരുവനന്തപുരത്തേക്ക് താവളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 11:30-ക്കാണ് കന്യാകുമാരിയിലെ പൊതുപരിപാടി നടക്കുന്നത്. അതുകൊണ്ട് ആ പൊതുപരിപാടി സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ വ്യോമമാർഗം കന്യാകുമാരിയിലേക്ക് പോകാനുള്ളതാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വിമാനത്താവളത്തിലേക്ക് പുറത്തേക്ക് പ്രധാനമന്ത്രി ഇറങ്ങാൻ സാധ്യത കുറവായിരിക്കും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് 10:30 കൂടി തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നായിരിക്കും കന്യാകുമാരിയിലേക്ക് പോകുക. കന്യാകുമാരിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. അത് വലിയ സജ്ജീകരണങ്ങളാണ് കന്യാകുമാരിയിലെ പരിപാടിക്കും ഒരുക്കിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും എന്തായാലും പത്തനംതിട്ടയിലേക്കുള്ള യാത്രയുണ്ടാകുക. ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ പുറത്തേക്ക് കാണുവാനുള്ള ഇറങ്ങുവാൻ സാധ്യതയില്ലെങ്കിൽ പോലും ജനങ്ങൾ പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പരിസരത്ത് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ തവണയും പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സമാനമായ സ്ഥിതി ഇപ്രാവശ്യവും ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. എന്തായാലും വളരെ വിശാലമായ ഒരു ഒരുക്കം BJP-യും ഇവിടേക്ക് ഒരുക്കിയിരിക്കുന്നുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രി എവിടെയെങ്കിലും എത്തിയാൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആളുകൾ തടിച്ചുകൂടുന്നത് അത് കേരളത്തിലാണെങ്കിലും പുറത്തെവിടെയെങ്കിലും ഒക്കെ അത് നിത്യസംഭവമാണ്. നമ്മളെപ്പോഴും കാണുന്നതാണ്. പ്രധാനമന്ത്രിയുടെ കോൺവോയ് ഒന്ന് കടന്നു പോകുന്ന വാഹനം ഒന്ന് കാണുക, അതല്ലെങ്കിൽ പ്രധാന സേവകൻ എത്തുന്ന വിമാനം ഒന്ന് കാണുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനം ഒന്ന് കാണാനും വിമാനത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് കഴിയുമെങ്കിലും ഒന്ന് കാണാനുമായി ധാരാളം ആളുകളാണ് ശംഖുവം ഭാഗത്തൊക്കെ അങ്ങ് തടിച്ചുകൂടി. എന്നാൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്നതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അവിടേക്ക് പ്രവേശിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങളും അവിടെ ഉണ്ടാകും. പലപ്പോഴും ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ ആളുകൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രശാന്ത്, അതുകൊണ്ട് വിമാനത്താവള പരിസരത്ത് തന്നെ തുടരുക. അദ്ദേഹം എത്തുന്ന സമയം കൃത്യമായി മനസ്സിലാക്കിയത് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്.